കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. നമ്മളിപ്പോൾ പറയാൻ വരുന്നത് ശത്രുദോഷം എങ്ങനെ ഉണ്ടാവുന്നു, അല്ലേ? ശത്രുതാ ദോഷം എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്? നമ്മൾ കവടി വെച്ച് നോക്കി ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കാണുമ്പോൾ ഇന്ന ശത്രുതാവസ്ഥയൊക്കെ ഉണ്ടെന്ന് പറയും. ആ ജ്യോത്സ്യനെ കണ്ടു കഴിയുമ്പോൾ ആ ജ്യോത്സ്യൻ കവടി വെച്ച് രാശിയൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം ഇന്ന രീതിയിലായിരിക്കും. ബന്ധുസ്ഥാനത്തു നിന്നാണോ ശത്രുത വന്നിരിക്കുന്നത്? തൊഴിൽ സ്ഥാനത്തു നിന്നാണോ ശത്രുത വന്നിരിക്കുന്നത്? രക്തബന്ധസ്ഥാനത്തു നിന്നാണോ ശത്രുത വന്നിരിക്കുന്നത്? പേര് വരെ പറയാൻ കഴിയും. നന്നായിട്ട് പഠിച്ച ഒരു ജ്യോത്സ്യൻ്റെ പേര് വരെ തകടം ജകടം മകടം എന്നുള്ളതൊക്കെ വെച്ചിട്ട് അക്ഷരസംഖ്യയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേരിൻ്റെ ആദ്യ അക്ഷരം ഇതല്ലേ, ഈ എന്താ പറയുക, തമ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നാഡീ ജ്യോതിഷമൊക്കെ. പക്ഷേ അത് കൃത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ അത് ഇതിനകത്ത് അങ്ങനെ പറഞ്ഞത് പേരൊന്നും പറയില്ല കൃത്യമായിട്ട്. ശ്രീരാമൻ്റെ അനിയൻ്റെ പേരെന്ത്? ലക്ഷ്മണൻ. അല്ലെ ലാ തൊട്ട് തുടങ്ങുന്ന അക്ഷരത്തിൽപ്പെടുന്നതാണ് അച്ഛൻ്റെ പേര്. സീത എന്ന് പറയുന്ന ആളിൻ്റെ പേരോടുകൂടിയ ഒരു നാമധേയത്തിൽ പറഞ്ഞ ആളാണ്. മുരുകൻ എന്ന പേരോടുകൂടിയ ഒരാളിൻ്റെ ആയിട്ടുള്ള അനുഭവത്തിൽ മുരുകൻ എന്ന പേരോടുകൂടിയുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള പേരാണ് എന്നൊക്കെയാണ് പറയുക, അല്ലേ, നാഡീ ജ്യോതിഷത്തിൽ. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ശത്രുതാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ്. അത് ആഭിചാര രീതിയിലുള്ള ശത്രുതയുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ആഭിചാരം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും സ്തംഭിക്കാനും ഒക്കെയാണ് ആഭിചാരം അല്ലെ ശത്രുത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശത്രുത ഉണ്ടാകുന്നത്. അപ്പോൾ മാന്ത്രിക രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, മാന്ത്രിക രീതിയിൽ വിളിച്ചൊല്ലി പ്രാർത്ഥന നടത്തുക, മാന്ത്രിക രീതിയിൽ വഴിപാടുകൾ നടത്തുക, മാന്ത്രിക രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുക, ചൂർണം കൊണ്ടുള്ള പ്രയോഗങ്ങൾ നടത്തുക. പ്രയോഗ വിഷയമാണത് ശത്രുത ഉണ്ടാകാനായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന വിഷയത്തെയാണ് കുരുതി കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹോമം കഴിച്ച് അല്ലെങ്കിൽ പൂജ കഴിച്ച് അത്തി പരാലറിയാൽ നെല്ലി ഇല്ലി കടലടി മുട്ട വള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ നെയ്യ് ഹൗസ് ഇതൊക്കെ തൂവി സംവാദം സ്പർശിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ ശത്രുതയൊക്കെ മാറിക്കിട്ടാനുള്ളേ ഉള്ളൂ. അങ്ങനെയാണ് ശത്രുത വരുന്നത്. ആഭിചാര രീതിയിലുള്ള കർമ്മം. നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിലാണെങ്കിൽ നമ്മളെ ഒന്ന് തോൽപ്പിക്കുക, നല്ല കുടുംബജീവിതമാണെങ്കിൽ നമ്മളെ ഒന്ന് തോൽപ്പിക്കുക, നല്ല ബിസിനസ്സാണ് മറ്റുള്ളവർക്ക് അസൂയ കുശുമ്പുണ്ടാകുക, ധനം കൊണ്ടാണ് അസൂയം കുശുമ്പുണ്ടാകുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നതായിട്ടുള്ള വിഷയം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.